നമസ്തേ, രഞ്ജിത്താണ്. ഒരു മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? കൂടുതലും ഞങ്ങളെയൊക്കെ പ്രശ്നക്കാരെ അല്ലെ പ്രശ്നം വെക്കുന്നവര് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മാന്ത്രികം, ജ്യോതിഷം, വാസ്തു എന്ന് വേണ്ട ഏത് കാര്യങ്ങളിലും നിങ്ങളൊരു അസ്ട്രോളജർ അല്ലെങ്കിൽ ജ്യോതിഷന്റെ അഭിപ്രായം തേടുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം? ഇനി മാന്ത്രികന്മാര്, ജ്യോതിഷന്മാര് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം? അല്ലെങ്കിൽ പലപ്പോഴും മാന്ത്രികന്മാരുടെയോ ജ്യോതിഷന്മാരുടെയോ കർമ്മികളുടെയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെയൊക്കെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് പൂജകളിലൂടെയും മറ്റ് പല പണസമ്പാദന രീതിയിലൂടെയൊക്കെ കർമ്മങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒരു മനുഷ്യന് സാധാരണഗതിയിൽ 4 രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. നോർമലി ഒരു ഹ്യൂമൻ ബീയിങ്ങിന്, ഒരു മനുഷ്യന്, അത് പുരുഷനായാലും സ്ത്രീ ആയാലും പഠിച്ചവനാണെങ്കിലും പഠിക്കാത്തവനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ആരാണെങ്കിലും സാധാരണ രീതിയിൽ 4 രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ശാരീരികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. 2, മാനസികമായ പ്രശ്നങ്ങൾ. 3, സാമൂഹികം അല്ലെ സമൂഹം എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. 4, ആധ്യാത്മികം അല്ല ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ 4 പ്രശ്നങ്ങളാണ് ശരാശരി ഒരു മനുഷ്യൻ ഉണ്ടാകാവുന്ന പ്രശ്നം. നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പേടിച്ചോടേണ്ടി വരുന്ന, മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി കർമ്മം ചെയ്ത് തീർക്കേണ്ടി വരുന്ന ഒക്കെ സാധാരണഗതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇതാണ്. ഇതിനകത്തെ ശാരീരികം എന്ന് പറയുന്നത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാകാം. ശരീരത്തിന് രോഗം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യമേ തന്നെ ജ്യോതിഷന്റെ അടുത്തല്ല ഓടേണ്ടത്, കർമ്മയുടെ അടുത്തോ പൂജാരി അടുത്തോ അല്ല പോകേണ്ടത്. ആദ്യം രോഗനിർണയം നടത്തണം. അത് ഡയഗ്നോസ് ചെയ്ത് രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണം. അതിനാണ് ആശുപത്രികളും ഡോക്ടർമാരും ഇരിക്കുന്നത്. പല ആൾക്കാരും ട്രോളുന്നത്, നിങ്ങൾ ഇങ്ങനെ രോഗശാന്തി നടത്തിയാൽ ക്യാൻസർ സെന്ററിൽ പോയി ചെയ്യൂ, അല്ലെ ക്യാൻസർ സെന്ററിലെ മാറ്റം എന്നൊക്കെ ട്രോളാനുള്ള കാരണം രോഗശാന്തി അല്ല ഒരു ജ്യോതിഷന്റെയോ കർമ്മിയുടെയോ ഒരു മന്ത്രവാദിയുടെയോ ഒരു പൂജാരിയുടെയോ ഡ്യൂട്ടി. അപ്പോൾ രോഗമുണ്ടായാൽ ചികിത്സിക്കണം. അത് ആയുർവേദമാണ്, അലോപ്പതിയാണെങ്കിൽ ഡോക്ടർമാരാണ്, അവർ കണ്ടുപിടിച്ച് ചികിത്സിക്കണം. ഇനി ആ ചികിത്സിച്ചിട്ടും ഭേദമാകാതെ മനോജന്യ ശാരീരിക രോഗങ്ങൾ, സൈക്കോസൊമാറ്റിക് ഡിസീസസ്, മനസ്സിലുണ്ടാകുന്ന അസുഖങ്ങളാണ് നമ്മൾ പിന്നീട് പൂജകളിലൂടെയും കർമ്മങ്ങളിലൂടെയും ഒക്കെ ആവാഹനങ്ങളിലൂടെയൊക്കെ തീർത്തെടുക്കുന്നത്. അത് മാനസിക തലത്തിലേക്ക് എത്തുകയാണ്. അപ്പം മാനസികമായ പ്രശ്നങ്ങളിലേക്ക് അത് എത്തും. അല്ലാതെ മാനസിക രോഗമുണ്ടാവുക അല്ലേ, ചില പ്രശ്നങ്ങൾ ചില പെട്ടെന്നുണ്ടാകുന്ന പേടി കൊണ്ടോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ കൊണ്ടോ മാനസിക രോഗമുണ്ട്, അതും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. ഹിപ്നോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യേണ്ടതാണ്. അവിടെയും പൂജയേക്കാൾ ഉപരി ട്രീറ്റ്മെന്റാണ് ആവശ്യം. എന്നാൽ മാനസിക നില കർമ്മങ്ങളിലൂടെ തെറ്റുന്ന കാര്യങ്ങളുമുണ്ട്. ആഭിചാരങ്ങളും മറ്റു കർമ്മങ്ങൾ ചെയ്ത് മാനസിക തെറ്റുന്ന കേസുകളുണ്ട്, ഇല്ല എന്നല്ല പറയണത്. അപ്പൊ 2 കേസുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ 2 പ്രശ്നങ്ങൾ സാധാരണഗതിയായിട്ട് ഉണ്ടാവുന്നതാണ്. ക്യൂറബിളും ഇൻക്യൂറബിളുമായിട്ടുള്ളതുണ്ട്, മാറ്റാവുന്നതും മാറ്റാൻ സാധിക്കാത്തതുമായിട്ടുള്ളതുണ്ട്. പിന്നീടുള്ളത് സാമൂഹികമാണ്. സമൂഹത്തിലൂടെ സമൂഹത്തിനെ ബാധിക്കുന്നു, സമൂഹം നമുക്ക് ചാർജ് തരും, സമൂഹം വഴി ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ. അതും വ്യക്തി അധിഷ്ഠിതമാണ്. കൂടുതലും വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സാമൂഹികമായിട്ടുള്ള പ്രശ്നം. അതിനും പൂജകൾക്കോ കർമ്മങ്ങൾക്കോ ഒരു പരിധിയിൽ കൂടുതൽ അവിടെ സ്ഥാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നീടുണ്ടാകാവുന്ന ഏക പ്രശ്നം ആത്മീയമാണ്. ഭൗതിക തലത്തിൽ നിന്നും ആത്മീയ തലത്തിലേക്ക് അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അവിടെയാണ് പൂജകളുടെ പ്രസക്തി. ആത്മീയ കാര്യങ്ങൾ, ഡിവോഷണൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ധർമ്മദേവതാ കോപം, സർപ്പദോഷം അല്ലെങ്കിൽ ബാധാദോഷം എന്നൊക്കെ പറഞ്ഞ ആത്മീയ തലത്തിലേക്ക് വരുന്ന പൂജാവിധികളിലൂടെ തീർക്കാവുന്ന ആത്മീയ അല്ല ആധ്യാത്മിക സ്പിരിച്വൽ ലെവലിലുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ പൂജകൾ, അതും പൂജകളിലൂടെ മാത്രമല്ല കൗൺസിലിങ്ങിലൂടെ ഒക്കെ തീരാവുന്ന പ്രശ്നങ്ങളുണ്ട്. എങ്കിലും കൂടുതലും സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ദൈവം, ഈശ്വരൻ, ഭഗവാൻ എന്ന് പറഞ്ഞവർക്കൊക്കെ റോളുള്ളത്. തികച്ചും ഈശ്വര വിശ്വാസികൾക്ക് മാത്രമാണ്. അല്ലാതെ ഈശ്വരനില്ല, എത്തിസ്റ്റായിട്ട് നടക്കുന്ന, നിരീശ്വരവാദികളായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ഇത് ബാധിക്കണം എന്നില്ല. വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ്. വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് സ്പിരിച്വൽ ലെവലിൽ, ആത്മീയ ലെവലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോവുക. ക്ഷേത്രൈത്രായഹി ക്ഷേത്രം നിന്നും നമ്മളെ പ്രാണനം ചെയ്യും, നല്ല മുക്തി നൽകും. നമ്മളൊരു മോശം അവസ്ഥയിൽ നിന്നും നമ്മളെ മുക്തി നൽകുന്ന ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, അവിടെയൊക്കെ പോകാം. പള്ളികളിൽ പോകാം, മോസ്ക്, ചർച്ച്, ടെമ്പിൾസ്, ഇവിടെയൊക്കെ പോവാം നിങ്ങൾക്ക്.
അവിടെയെല്ലാം പോയിട്ട് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ലെവലിൽ നിങ്ങൾക്കൊരു കണക്ഷൻസ്, ഒരു പൂർണ്ണത, ശാന്തി, സമാധാനം ഒക്കെ കിട്ടും. തൃശ്ശൂർ ഭാഗത്തെ ക്ലാസ്സുകൾക്ക് പോകുന്ന സമയത്ത് 1-2 ദിവസം നിൽക്കുന്ന സമയത്ത് ഞാൻ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. സാധാരണ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് മെഡിറ്റേഷൻ ചെയ്യുകയാണ് പതിവെങ്കിലും വടക്കുംനാഥനിൽ ചെല്ലുമ്പോൾ പ്രത്യേക ഒരു എനർജി ഫീൽ ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ശംഖുചക്ര പ്രതിഷ്ഠയുണ്ട്, ശങ്കരാചാര്യരുടെ സമാധിയാണെന്ന് പറയപ്പെടുന്നു. കൂടാതെ വടക്കുംനാഥന്റെ ആ ഒരു ശിവലിംഗം, നെയ്യിൽ മൂടിക്കിടക്കുന്ന ശിവലിംഗം, അതിന്റെ പ്രത്യേകതയും ആ ഒരു എനർജിയും ഒക്കെ ആവാം. പക്ഷെ അവിടെ നിന്നൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം മറ്റുള്ളവർക്ക് നിന്ന് കിട്ടാറില്ല. കൊടുങ്ങല്ലൂർ പോയാൽ അവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ, ഓച്ചിറ പോയാൽ മെഡിറ്റേഷൻ ചെയ്യാം. പക്ഷെ ക്ഷേത്രങ്ങളിൽ പോയി കിട്ടുന്ന മെഡിറ്റേഷൻ പവർ പ്രത്യേക ഫീലിംഗാണ്, ഭീതിയാണ്, പ്രത്യേക ഒരു ഫീലിംഗ് ആണ്, പ്രത്യേക അനുഭൂതിയാണ്, പ്രത്യേക എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകാം, ആത്മീയ തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഭാഗവത സപ്താഹങ്ങൾ കേൾക്കാം, പുരാണ കഥകൾ കേൾക്കാം, ഭക്തിഗാനങ്ങൾ കേൾക്കാം. ഇപ്പൊ ഭജൻസ് ഇപ്പം നിങ്ങൾ കണ്ടു കാണും, പല ഭജൻസ് കണക്ട് ആയി വരുന്നു നമ്മളുമായിട്ട്. ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് ഉണ്ട്. അവരൊക്കെ ആ ഒരു ഭജൻസ് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മീയ നിർവൃത്തി, ഇതൊക്കെ നമുക്ക് ഉണ്ടാകാം. മ്യൂസിക് തെറാപ്പിയൊക്കെ ഉണ്ട്. അപ്പം ഈ 4 തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം പൂജകളിലൂടെയാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അന്ധവിശ്വാസമാവുന്നത്. എല്ലാം പൂജകളിലൂടെ മാത്രമല്ല, നമുക്കല്ലാതെയും പരിഹരിക്കാം. പ്രശ്നങ്ങൾ പല രീതിയിൽ പരിഹരിക്കാം. നമ്മളുടെ ചോയ്സാണ് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത്. പൂജാരി നിങ്ങളെ മാടി മാടി വിളിക്കുമ്പോൾ ചിന്തിക്കുക, ഇത് പൂജയിലൂടെ പരിഹരിക്കേണ്ടതാണ്. യുക്തിക്ക് നിരക്കാത്തത് ആര് പറഞ്ഞാലും അനുസരിക്കാതിരിക്കുക, യുക്തിപൂർവമായിട്ട് ചിന്തിക്കുക. ആവശ്യത്തിന് സ്പിരിച്വാലിറ്റിയും ഭക്തിയും പൂജകളും ഒക്കെ വേണം, അനാവശ്യമായി ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പണമാണ്, നിങ്ങളുടെ മനസ്സാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെയാണ്. ഞങ്ങളെപ്പോലെയുള്ള ഈശ്വരനെ ഉപാസിക്കുന്ന, സേവിക്കുന്ന ആൾക്കാർ ശരിക്കും മനുഷ്യർ തന്നെയാണ്. പക്ഷെ ഒരു ഇടനിലക്കാരായിട്ട്, മീഡിയേറ്ററായിട്ട് നിന്ന് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അമാനുഷികതയൊന്നുമില്ല ആർക്കും. എല്ലാവരും വിചാരിച്ചിരിക്കും നമ്മളൊക്കെയാണ് അമാനുഷികരാണ്. ഒരു അമാനുഷികതയില്ല, സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കുകയും സാധാരണ മനുഷ്യരെ പോലെ പെരുമാറുകയും എന്നാൽ അസാധാരണമായി ദേവതയെ ഉപാസിക്കുകയും ചെയ്യുന്നവരാണ് കർമ്മികൾ, ഉപാസന ദേവതയെ കൊണ്ടു നടക്കുന്നവരെ, സേവകരൊക്കെ. അപ്പോൾ നല്ല ആൾക്കാരെ തേടിപ്പോവുക, നല്ല ആൾക്കാരുടെ അടുത്ത് ചെല്ലുക, കാര്യങ്ങൾ നടത്തുക. ഒരുപാട് പണം ആത്മീയതയ്ക്കായി കളയാതിരിക്കുക. വീണ്ടും നന്മയുണ്ടാകട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ നന്ദി, നമസ്കാരം.